നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന് മേളപ്രമാണിമാർ നിറപറയും നെയ്യും സമർപ്പിച്ചു. വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടിസം ദിനാചരണത്തിന്റെ ഭാഗമായി അവബോധ റാലി സംഘടിപ്പിച്ചു. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സതീഷ് റാലി ഉദ്ഘാടനം ചെയ്തു. തൈക്കാട്ടുശ്ശേരി ശ്രീ പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പ് ദുർഗാദത്തൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പെരുമ്പുള്ളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷത്തിന് തുടക്കമായി. പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരി മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന് മേളപ്രമാണിമാർ നിറപറയും നെയ്യും സമർപ്പിച്ചു. പെരുവനം കുട്ടന്മാരാർ, പെരുവനം സതീശൻ മാരാർ, കീഴൂട്ട് നന്ദനൻ, പെരുവനം ഗോപാലകൃഷ്ണൻ, കുമ്മത്ത് നന്ദനൻ, കുമ്മത്ത് രാമൻകുട്ടി നായർ എന്നിവരാണ് ക്ഷേത്രത്തിൽ നിറപറയും നെയ്യും സമർപ്പിച്ചത്. തിരുവാതിരവിളക്ക്, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിൽ പഞ്ചാരിമേളവും, പെരുവനം പൂരം, തറക്കൽ പൂരം എന്നീ ദിവസങ്ങളിൽ പാണ്ടിമേളവും അരങ്ങേറും. പെരുവനം പൂരത്തിനും തറക്കൽ പൂരത്തിനും ഉരുട്ടുചെണ്ടയിൽ പെരുവനം കുട്ടന്മാരാരും, തിരുവാതിരവിളക്കിനും ആറാട്ടുപുഴ പൂരത്തിനും ഉരുട്ടുചെണ്ടയിൽ പെരുവനം സതീശന്മാരാരും പ്രമാണിമാരാകും. കുറുങ്കഴലിൽ കീഴൂട്ട് നന്ദനനും, വലന്തലയിൽ പെരുവനം ഗോപാലകൃഷ്ണനും, കൊമ്പിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും, ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനനും ശാസ്താവിൻ്റെ എല്ലാ മേളങ്ങളിലും പ്രമാണിമാരാകും. പ്രസിഡന്റ് രവി ചാക്കോത്ത്, സെക്രട്ടറി K രഘുനന്ദനൻ, ട്രഷറർ U അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് PR പവിദാസ്, ജോയിന്റ് സെക്രട്ടറി മധു മംഗലത്ത്, ഓഡിറ്റർ KK വേണുഗോപാൽ എന്നിവർ ഭാരവാഹികളായ ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത്. കൊടിയേറ്റം ഏപ്രിൽ 3-നും, തിരുവാതിരവിളക്ക് ഏപ്രിൽ 5-ന് വെളുപ്പിനും, പെരുവനം പൂരം ഏപ്രിൽ 6-നും, ആറാട്ടുപുഴ തറക്കൽ പൂരം ഏപ്രിൽ 8-നും, ആറാട്ടുപുഴ പൂരം ഏപ്രിൽ 9-നുമാണ്. വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടിസം ദിനാചരണത്തിന്റെ ഭാഗമായി അവബോധ റാലി സംഘടിപ്പിച്ചു. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സതീഷ് റാലി ഉദ്ഘാടനം ചെയ്തു. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവരുടെ ഉന്നമനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അഡാപ്റ്റ് സൊസൈറ്റി നൽകുന്ന സാധാരണവും ഉത്കൃഷ്ടവും ഉദാത്തവും ആയ സേവനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. ഇത് പ്രയോജനപ്പെടുത്തുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവ് എന്ന നിലയിൽ ഞാനും അഡാപ്റ്റ് സൊസൈറ്റിയുടെ ഒരു ഗുണഭോക്താവാണ്. ഈ അവസരത്തിൽ ഞാൻ അഡാപ്റ്റ് സൊസൈറ്റിയോട് എൻ്റെ ആത്മാർത്ഥമായ നന്ദിയും അറിയിക്കുകയാണ്. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ സാമൂഹിക സ്വീകാര്യതയും ആയി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തെ പരിവർത്തനം ചെയ്യുന്നതിനും അവർക്ക് അർത്ഥവത്തായ ജീവിതം നൽകുന്നതിനും അവരുടെ സാമൂഹ്യപരമായ ഉന്നമനത്തിനും വേണ്ടി അഡാപ്റ്റ് സൊസൈറ്റി പ്രവർത്തിക്കുന്നു. 2016 ആരംഭിച്ച ഈ സംഘടന ഈ മേഖലയിൽ വളരെയധികം പ്രശംസനീയമായ സേവനങ്ങൾ കാഴ്ചവെച്ചിരിക്കുകയാണ്. ഓട്ടിസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2008 ഐക്യരാഷ്ട്രസഭയാണ് ഏപ്രിൽ 2 ലോക ഓട്ടിസം അവബോധ ദിനമായി ആചരിക്കുന്നതിന് ആഹ്വാനം നൽകിയത്. അതിൻ്റെ ചരിത്രത്തിലുടനീളം ഐക്യരാഷ്ട്രസഭ കുടുംബം ഇത്തരം വൈവിധ്യങ്ങളെ വിശകലനം ചെയ്തിട്ടുണ്ട്. അഡാപ്റ്റ് സൊസൈറ്റി പ്രസിഡന്റ് AV സണ്ണി അധ്യക്ഷത വഹിച്ചു. പാർലം പഞ്ചായത്ത് അംഗം അനിത പ്രസന്നൻ, ഓട്ടിസം അധ്യാപിക ബിന്ദു കിഷോർ ദിനാചരണ സന്ദേശം നൽകി. MM വക്കച്ചൻ, വർഗീസ് അക്കര, ജോൺസൺ അടമ്പുകുളം, ഫ്രാൻസിസ് KP എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി.
കുട്ടികൾ, രക്ഷിതാക്കൾ, പൊതുപ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ റാലിയിൽ പങ്കാളികളായി. തൈക്കാട്ടുശ്ശേരി ശ്രീ പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പ് ദുർഗാദത്തൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാറക്കുളങ്ങര ഭഗവതിക്ക് മീനമാസത്തിലെ ഭരണി നാളിൽ പൊങ്കാല അർപ്പിക്കുന്നത് ആയുസ്സിനും ആരോഗ്യത്തിനും എല്ലാവിധ ഐശ്വര്യത്തിനും വളരെ ഉത്തമമാണ്. ഇക്കൊല്ലം വളരെയധികം ആൾക്കാരുണ്ടായി. അപ്പോൾ എല്ലാവർക്കും ഭഗവതിയുടെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കിണറ്റാമിറ്റത്ത് സതീശൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സമൂഹാർച്ചന നടന്നു. ക്ഷേത്രം മേൽശാന്തി വിഷ്ണുരാജ് ഭട്ട്, ക്ഷേത്ര സംരക്ഷണ സമിതി അംഗങ്ങൾ, ക്ഷേത്രം ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി. എല്ലാ വർഷത്തെ പോലെ ഈ വർഷം വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ പൊങ്കാല മഹോത്സവം നടത്താൻ പറ്റി. അതിൽ വന്ന എല്ലാ ഭക്തജനങ്ങളും ഒരുപാട് പേര് നമുക്ക് വളരെ നല്ല രീതിയിൽ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭക്തജനങ്ങളെല്ലാവരും വന്ന് പൊങ്കാല ഇട്ടു. കഴിഞ്ഞ വർഷത്തെക്കാൾ ഉപരി ഈ വർഷം ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അടുത്ത വർഷം ഇതിനും വളരെ ഗംഭീരമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സഹകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ ക്ഷേത്രഭാരകളുടെ പേരിലും കമ്മിറ്റി പേരിലും ഭഗവതിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പെരുമ്പള്ളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷത്തിന് തുടക്കമായി. പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരി മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ മാറ്റങ്ങളും ഈ കഴിഞ്ഞ 4-5 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള 5-6 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങൾ ക്ഷേത്രത്തിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമെന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഇന്നിവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള ഒത്തുചേരലുകളൊക്കെ. നമുക്കറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്ഷേത്രങ്ങളുണ്ട്, ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ ഓരോ സംസ്കാരവും ഉടലെടുത്തിട്ടുള്ളത് ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റിയ തന്നെയാണ് കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓരോ ജില്ലകൾ എടുത്തു നോക്കിയാൽ മതി. ഓരോ ജില്ലകളിലും, കേരളത്തിലുള്ള 14 ജില്ലകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം ടൗണിൻ്റെ നടുക്കുണ്ടാവും. ആ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ജനങ്ങളെ തിങ്ങിപ്പാർക്കുന്നതും, അല്ലെങ്കിൽ ജനങ്ങൾ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു രീതി കൊണ്ടുവരുന്നതും ജീവിതത്തിൻ്റെ രീതികൾ ചിട്ടപ്പെടുത്തുന്നതൊക്കെ ക്ഷേത്രത്തിനെ സംബന്ധിച്ചാണ് തുടങ്ങി വെച്ചിട്ടുള്ളത്. അതിൻ്റെ വിപുലീകരണമാണ് മറ്റു കാണുന്ന നമ്മുടെ ടൗണുകളായിട്ട് രൂപപ്പെടുത്തുന്ന, നഗരങ്ങളായിട്ട് മാറിയിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളും. ചങ്ങരയിൽ ക്ഷേത്ര സമിതി പ്രസിഡന്റ് M. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TN ബാലൻ, തിരുവള്ളക്കാവ് ദേവസ്വം സെക്രട്ടറി AA കുമാരൻ, ഗാനരചയിതാവും എഴുത്തുകാരനുമായ TK കൃഷ്ണശർമ്മ, MS ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങുകൾക്ക് P. രാഘവൻ നായർ, മുരളി ആഞ്ചേരി, പ്രവീൺ രാമചന്ദ്രൻ ആഞ്ചേരി, ഉഷ വേണു, രത്നം മുരളി, വിജയലക്ഷ്മി, അനിത പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നരഹരി കലാക്ഷേത്രം അവതരിപ്പിച്ച വന്ദന നൃത്തം, ഭക്തി ഗാനമേള എന്നിവ നടന്നു. ഊരകം HH രവിവർമ്മ വായനശാലയുടെ നേതൃത്വത്തിൽ വായനാ വസന്തം എന്ന പേരിൽ വീടുകളിൽ പുസ്തകം എത്തിക്കുന്ന പരിപാടി ആരംഭിച്ചു. ലൈബ്രറി കൗൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം NG ജയരാജ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സിബിൻ T. ചന്ദ്രൻ അധ്യക്ഷനായി. ജോൺസൺ ചിറമൽ, ലീമ മോൾ, AS അൻവർ, സുലജ, ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. ഒല്ലൂർ ESIക്ക് സമീപം നിർത്തിയിട്ട ലോറിയിൽ ബൈക്ക് ഇടിച്ച് യുവാവ് മരിച്ചു. നെന്മണിക്കര ചിറ്റിശ്ശേരി കുണ്ടേപ്പറമ്പിൽ മണികണ്ഠന്റെ മകൻ 27 വയസ്സുള്ള ആഷിഖാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് ചിറ്റിശ്ശേരിയിലേക്ക് വന്നിരുന്ന ബൈക്ക് കാറിനെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ നിർത്തിയിട്ട ലോറിയിൽ ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ് റോഡിലേക്ക് തെറിച്ചു വീണ ആഷിഖിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. CNN ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ സമ്മർ ക്യാമ്പും ട്രയലും സംഘടിപ്പിച്ചു. മുൻ സന്തോഷ് ട്രോഫി ക്യാപ്റ്റൻ ജിജോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചീഫ് കോച്ച് ആനന്ദ് ബാബു അധ്യക്ഷത വഹിച്ചു. സ്കൂൾ കായിക വിഭാഗം മേധാവി സുധീർ, അക്കാദമി പ്രസിഡന്റ് ജയരാജ് നടുവിൽ, സെക്രട്ടറി പ്രവീൺ ഊരകം, ട്രഷറർ ജോജു വർഗീസ്, ഉണ്ണികൃഷ്ണൻ, ധനീഷ്, രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
എല്ലാവരും നന്നായി കളിക്കുക, കോച്ചസ് പറയുന്നത് കറക്റ്റ് അനുസരിക്കുക. ഇപ്പോഴത്തെ മോഡേൺ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്ത്, സ്പീഡ് ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഇപ്പോൾ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നല്ല രീതിയിൽ റെസ്റ്റ് വേണം, നന്നായി വെള്ളം കുടിക്കുക, കറക്റ്റ് കാര്യങ്ങൾ ടൈമിൽ വരിക, പ്രാക്ടീസ് ചെയ്യുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ടൈം ഫുള്ള് റെസ്റ്റ് എടുക്കുക, പിന്നെയുള്ള അലഞ്ഞു തിരിഞ്ഞ് ഫുൾ റെസ്റ്റ് എടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നല്ല രീതിയിൽ റെസ്റ്റ് വേണം. പിന്നെ നന്നായി പ്രാക്ടീസ് ചെയ്യുക, നമ്മുടെ കയ്യിൽ എന്ത് വീക്ക് പോയിൻ്റ് ആണുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് ശരിയാക്കി എടുക്കാൻ നിൽക്കുക. അപ്പുറത്തപ്പുറത്ത് കുറ്റം പറഞ്ഞാൽ അവ അങ്ങനെയാണ് ഇവങ്ങനെയാണ്. കളിയിൽ നമ്മളുടെ കളീനെ ഫോക്കസ് ചെയ്യപ്പെടും. നമ്മുടെ കയ്യിൽ എന്തൊക്കെ കുറവുള്ള നമ്മൾ എന്ത് ചെയ്താലാണ് നമുക്ക് നമ്മുടെ കൂടെ കളിക്കുന്ന പ്ലെയറിനേക്കാളും ഇമ്പ്രൂവ് വരാൻ പറ്റുക. അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക. ബാക്കി അവിടെ ഇവിടെയൊക്കെ പലതും നടക്കും, നമ്മളതൊന്നും മൈൻഡ് ചെയ്യണമായിരുന്നു. നമ്മളുടെ കാര്യങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്ത് നമ്മൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. തളിക്കുളത്ത് ആളൊഴിഞ്ഞ വീട്ടിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തളിക്കുളം പണിക്ക വീട്ടിൽ 63 വയസ്സുള്ള സഹീറിനെയാണ് മരിച്ച നിലയിൽ കണ്ടത്. തൃത്തല്ലൂർ ഷാരോൺ ഫെലോഷിപ്പ് ദേവാലയത്തിന്റെയും തൃശൂർ വെസ്റ്റ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. മുൻ MP TA പ്രതാപൻ MLA ഉദ്ഘാടനം ചെയ്തു. സമൂഹ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അച്ഛനെ മകൻ കൊന്നു, അമ്മയെ മകൻ കൊന്നു, കുടുംബത്തെ ഒരു മകൻ കൊന്നു, അയൽവാസികളെ കൊന്നു, സ്വന്തം കുടുംബത്തിലെ മാതാപിതാക്കളെയും രക്തത്തിൽ സ്വന്തം മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ പിറന്ന സഹോദരങ്ങളെയും കൊല്ലാൻ പോലും മടിയില്ലാത്ത രീതിയിൽ മയക്കുമരുന്നിൻ്റെ ക്രൂരമായ അടിമകളായി നമ്മുടെ സമൂഹം മാറുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ ഒരു കളമശ്ശേരി പോളിടെക്നിക്കിൻ്റെ ഹോസ്റ്റലിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ അവിടെ നിന്നും കഞ്ചാവും MDM ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കാൻ മാത്രമല്ല അവിടെ ഒരു വിൽപ്പന കേന്ദ്രമായി അത് മറ്റുള്ളവർക്ക് കൈമാറുന്ന ഒരു സ്ഥലമായി ഒരു കോളേജ് ക്യാമ്പസിൻ്റെ ഹോസ്റ്റൽ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുകയാണ്. കുട്ടികളെ മുറിയിൽ നിന്നും സിറിഞ്ച് കാണുന്നു, കുട്ടികളെ മുറിയിൽ നിന്നും MDMA കാണുന്നു. ഇന്നലെയാണ് 500 ഗ്രാം MDMAയുമായി പിടിച്ചത്. നമ്മൾ ധരിക്കുന്നത് ആൺകുട്ടികൾ മാത്രമാണെന്ന്. ഉപയോഗിക്കുന്നവരിൽ 18% പെൺകുട്ടികളുണ്ട് എന്നാണ് ഏറ്റവും അടുത്ത ദിവസങ്ങളിലായി നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത. യോഗത്തിൽ പാസ്റ്റർമാരായ ബിജു ജോസഫ്, PU ജോർജ്, KE ബോവസ്, ജോൺ പുലിക്കോട്ടിൽ, PP ജേക്കബ്, പോൾ ശശിധരൻ, T സാം, PM ജോൺ എന്നിവർ സംസാരിച്ചു. തൃശൂർ പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസിലിക്കയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. റെക്ടർ ഫാദർ തോമസ് കാക്കശ്ശേരി മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് കെയർ സൊസൈറ്റി പ്രസിഡന്റ് TK അന്താണിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പൊന്നു ജോസിന്റെ നേതൃത്വത്തിൽ ജനറൽ മെഡിസിൻ, സ്കിൻ, ENT, ഓർത്തോ എന്നീ വിഭാഗത്തിൽ രോഗപരിശോധന നടന്നു. പോൾസൺ ആലപ്പാട്ട്, KJ ജോണി, ജോസ് ആലപ്പാട്ട് എന്നിവർ സംസാരിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് കണ്ണൂരും മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘവും സംയുക്തമായി ക്ഷീര കർഷകർക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സംഘം പ്രസിഡന്റ് ജോർജ് പന്തപ്പിള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു. ICMന്റെ ചീഫ് കൺസൾട്ടന്റും മുൻ ഡയറക്ടറുമായ VN ബാബു ക്ഷീര കർഷകർക്കായി ക്ഷീരമേഖലയുടെ വളർച്ചയ്ക്ക് സഹകരണ സംഘങ്ങളുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. ജോസഫ് ജോർജ്, വർഗീസ് ആക്കാശ്ശേരി എന്നിവർ സംസാരിച്ചു. ഭരണസമിതി അംഗങ്ങളായ സിനിജ ഷാജി, ആന്റണി മുട്ടക്കുളം, ലളിത സദാനന്ദൻ, ശാന്ത ശെൽവം, പൗലോസ് കുഴുപ്പുള്ളി, ഷൈബി സാബു, വേണാട്, സംഘം സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ, സംഘം ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ഫൊറോന പള്ളി വളവിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാവിലെ ഇരുദിശകളിൽ നിന്നായി വരികയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. മലപ്പുറം തിരൂർ സ്വദേശി 23 വയസ്സുള്ള അൻസാർ, തൃശൂർ വില്ലടം സ്വദേശി 18 വയസ്സുള്ള വിഷ്ണുപ്രിയ, പാലക്കാട് കോങ്ങാട് സ്വദേശി ജലീൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി ആക്സ് ആംബുലൻസിന്റെയും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ആംബുലൻസിന്റെയും നേതൃത്വത്തിൽ പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേഖലയിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8,510 രൂപ, പവന് 68,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന് മേളപ്രമാണിമാർ നിറപറയും നെയ്യും സമർപ്പിച്ചു. വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടിസം ദിനാചരണത്തിന്റെ ഭാഗമായി അവബോധ റാലി സംഘടിപ്പിച്ചു. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സതീഷ് റാലി ഉദ്ഘാടനം ചെയ്തു. തൈക്കാട്ടുശ്ശേരി ശ്രീ പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പ് ദുർഗാദത്തൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പെരുമ്പുള്ളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷത്തിന് തുടക്കമായി. പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരി മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.